ചില ആളുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ അടി ഇരന്നു വാങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നൊക്കെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഈ രണ്ട് പ്രയോഗങ്ങളും ഒരുപോലെ ചേരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം ലാൽ ജോസ് തന്നെ തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കവേ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് കൃത്യം 2 ദിവസം മുന്നേ വിളിച്ചിട്ട്, നീ ചെയ്യാൻ പോകുന്ന ഈ സിനിമ ഒരിക്കലും വിജയിക്കത്തില്ല എന്ന് വിചാരിച്ച നീ സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടാവുകയൊന്നുമില്ല. അടുത്ത ഒരു സിനിമ നീ എടുക്കും, അത് വിജയിക്കും. പക്ഷെ ഈ സിനിമ 8 നിലയിൽ പൊട്ടുമെന്ന് പറയുക. ഇത് കേട്ടാൽ ലാൽ ജോസിൻ്റെ അവസ്ഥ എന്തായിരിക്കാം? ഇനി സാധാരണക്കാരായ നമ്മളെ പോലുള്ള ഒരു മനുഷ്യരാണെന്ന് തന്നെ ചിന്തിക്കുക. നമ്മൾ എത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇല്ലെങ്കിൽ അപ്രിയ സത്യം ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറച്ചു വയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് മുഖത്ത് നോക്കി അപ്രിയ സത്യമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞേ വരികയില്ല. പക്ഷെ ലാൽ ജോസ് എന്ന വ്യക്തിക്ക് അല്പം ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് ബഹുമാനം ഉള്ളതുകൊണ്ടും വളരെ സമചിത്തതയുള്ള വ്യക്തി ആയതുകൊണ്ടും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ വല്ലാത്ത വേദനയോടെ കേട്ടുകൊണ്ട് നിന്നു. നേരെ മറിച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴാണ് രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ചെകിട്ട് തടിച്ചതും. അപ്പോൾ നമ്മുടെ ലാൽ ജോസ് അതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം കമലിൻ്റെയും സത്യൻ അന്തിക്കാടിൻ്റെയും ഒക്കെ അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന കാലം മുതലേ ഒടുവിലിനെ അറിയാം, ആ ബഹുമാനമുണ്ട്. അങ്ങനെ സുരേഷ് ഗോപിയെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ആ സിനിമ തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേ വന്നിട്ട് ഈ തിരക്കഥ കൊള്ളത്തില്ല എന്നും ഈ സിനിമ 8 നിലയിൽ പൊട്ടുമെന്നും നേരെ മറിച്ച് നീ ചെയ്യേണ്ട സിനിമകൾ ഇങ്ങനെയുള്ളതൊന്നും അല്ല, സത്യൻ അന്തിക്കാടും കമലൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഇടിയും പിടിയൊന്നും ഇല്ലാത്ത നല്ല സിനിമകൾ വേണം ചെയ്യാനെന്നൊക്കെ ഉപദേശിച്ചു. ഈ സംഭവം ഒന്ന് പറഞ്ഞിട്ട് പോയി. വീണ്ടും രാത്രിയായപ്പം വീണ്ടും ഒടുവിൽ കള്ളു കുടിച്ചിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പം ലാൽ ജോസ് ഓർത്തു, രാവിലെ പറഞ്ഞതിന് ക്ഷമാപണം പറയാനായിരിക്കും വിളിക്കുന്നതെന്ന്. അന്നേരം വീണ്ടും പറയാ, എടാ നീ നോക്കിക്കോ, ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ല, ഈ സിനിമ നീ പൊട്ടി പാളീസാകുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നേ, ഷൂട്ടിന് തലേദിവസം ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തന്നെ തകർന്നു പോയി എന്ന്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ 2ാം ഭാവം എന്ന സുരേഷ് ഗോപി ചിത്രം പൻപിച്ച നിലയിൽ 8 നിലയിൽ പൊട്ടി, ഒരു ലാഭം ഉണ്ടായില്ല. പിന്നീട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആ വാക്ക് തൻ്റെ ജീവിതത്തിൽ അനർത്ഥമായി. അതായത് പിന്നീട് വന്ന മീശമാധവൻ വലിയ ഹിറ്റായി മാറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സിനിമ പൊട്ടിയെന്ന് വിചാരിച്ച് നീ ഫീൽഡിൽ നിന്ന് പുറത്ത് പോകത്തില്ല, പക്ഷെ അടുത്ത സിനിമ വലിയ വിജയമായിരിക്കും എന്ന് പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. ഇതാണ് പറയുന്നത്, ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ കേട്ടു കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എന്തിനാണ് ഇദ്ദേഹത്തെ അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നടന്ന കള്ളു കുടിച്ചൊക്കെ ഇദ്ദേഹം അല്പമൊക്കെ മദ്യപിക്കും. അപ്പോൾ വായി വിട്ട് തനിക്ക് തോന്നുന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ ചില ആളുകൾക്കുണ്ട് ഒരു നിർബന്ധ ബുദ്ധി, ഞാൻ പറയുന്നത് ശരിയാണ്, അത് കൃത്യമായിട്ട് സംഭവിക്കണം. ഏതവൻ്റെ മുഖത്ത് നോക്കി അപ്രിയ സത്യം പറയും. അത് പറയുന്നത് അവന് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും എനിക്ക് പറയാനുള്ളത് പറയും. അത് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈഗോയാണ്, അല്ലെങ്കിൽ അഹംബോധം, അല്ലെങ്കിൽ അഹങ്കാരമാണെന്നൊക്കെ പറയും. ഇപ്പം രഞ്ജിത്തുമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ സിനിമയുടെ ആ ഒരു അവാർഡ് നിർണയം നടക്കാൻ പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ രഞ്ജിത്തും അവാർഡൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ അടൂരിൻ്റെ ആരാധകനായ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, നിനക്കെന്തായാലും കിട്ടത്തില്ല, അടൂരിനെ കിട്ടത്തുള്ളൂ എന്നിങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, രഞ്ജിത്തും മദ്യപിച്ചിട്ടുണ്ട്, ഒടുവിലും മദ്യപിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അല്പം ക്ഷിപ്ര കോപിയുമാണ്. അപ്പോൾ ഇത് പല തവണ പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിനെ കളിയാക്കുന്നതായിട്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ തൻ്റെ കള്ളും കുടിച്ച് തൻ്റെ ഒപ്പം ഇരുന്നിട്ട് മറ്റവൻ്റെ സിനിമയാണ് നല്ലത്, നിനക്ക് കിട്ടത്തില്ലടാ, ഇങ്ങനത്തെ സിനിമയൊന്നും ഒരിക്കലും അവാർഡ് പരിഗണിക്കത്തില്ല എന്ന തരത്തിൽ വർത്തമാനം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമാനബോധത്തെ ചോദ്യം ചെയ്യുന്നത് തോന്നിയിട്ടാണ് പ്രായോ സാഹചര്യമൊക്കെ മറന്ന് അടിച്ചത്. പിന്നെ ഈ ഒടുവിലിന് കൃഷ്ണനെ അടിച്ചത് ശരിയാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നതിനെക്കുറിച്ച് രോഗം ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അടിച്ചത് വളരെ മോശമായി പോയി. പിന്നീട് അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം അവിടെ തീരട്ടെ. ഞാൻ പറയാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹം ശുദ്ധരിൽ ശുദ്ധനായ മനുഷ്യനാണെങ്കിലും ഈ അസ്ഥാനത്ത് അഭിപ്രായ പ്രകടനം
പറയരുത് എന്ന കാര്യം അദ്ദേഹം നിഷ്കളങ്കത കൊണ്ടോ തൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ മദ്യപിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന അമിതമായ ആത്മവിശ്വാസം കൊണ്ടോ സംഭവിച്ചു പോയ ഒരു കാര്യമാണ് എന്നുകൂടെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.